അറിയാതെ നിന്നുള്ളിൽ നിറയുന്ന പാവന സ്നേഹമാണു ദൈവം. നീ പോലും കാണാതെ നിൻ കണ്ണിൽ വിരിയുന്ന നക്ഷത്ര ദീപമാണു ദൈവം. നീ പോലും അറിയാതെ നിന്നുള്ളിൽ നിറയുന്ന പാവന സ്നേഹമാണു ദൈവം. നിനയാതെ അകതാരിലൊഴുകുന്ന ആത്മീയ തീർത്ഥമാണു ദൈവം. നീ പോലും നിനയാതെ അകതാരിലൊഴുകുന്ന ആത്മീയ തീർത്ഥമാണു ദൈവം. നീ പോലും ഓർക്കാതെ
നിന്നാവിൽ കിനിയുന്ന സ്വർഗീയനാദമാണു ദൈവം. നീ പോലും ഓർക്കാതെ നിന്നാവിൽ കിനിയുന്ന സ്വർഗീയനാദമാണു ദൈവം. നീ പോലും അറിയാതെ നിന്നുള്ളിൽ നിറയുന്ന പാവന സ്നേഹമാണു ദൈവം. പറയാതെ കരതാരിൽ ചൊരിയുന്ന കാരുണ്യവർഷമാണു ദൈവം. നീ പോലും പറയാതെ കരതാരിൽ ചൊരിയുന്ന കാരുണ്യവർഷമാണു ദൈവം. നീ പോലും കേൾക്കാതെ നിൻ കാതിൽ മൊഴിയുന്ന വചനത്തേനാണു ദൈവം. നീ പോലും കേൾക്കാതെ നിൻ കാതിൽ മൊഴിയുന്ന വചനത്തേനാണു ദൈവം. നീ പോലും അറിയാതെ നിന്നുള്ളിൽ നിറയുന്ന പാവന സ്നേഹമാണു ദൈവം. പോലും കാണാതെ നിൻ കണ്ണിൽ വിരിയുന്ന നക്ഷത്രദീപമാണു ദൈവം. നീ പോലും അറിയാതെ നിന്നുള്ളിൽ നിറയുന്ന പാവന സ്നേഹമാണു ദൈവം. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഈ രാവിലെ സമയം ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ തങ്കശാനും സിസിലെ മാമയ്ക്കും നൽകി കൊടുത്ത മൂത്ത പൈതൽ ബിജോയ് മാത്യു, ആ പ്രിയ പൈതലിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ബൈബിൾ കോളേജ് പഠനം പൂർത്തിയാക്കി ആമേൻ പല സ്ഥലങ്ങളിലും കർത്താവിൻ്റെ വേല ചെയ്തു വരുന്നു. ഇന്ന് പകൽക്കാലം അവൻ്റെ വിവാഹം നടക്കേണ്ടുന്ന ദിവസമാണ്. കഴിഞ്ഞ നാളുകളിൽ മാതാപിതാക്കൾ ആമേൻ ഹല്ലേലൂയ വല്യമ്മച്ചി ക്രൈസ്തവർ ഹല്ലേലൂയ സഭാജനം ദൈവദാസന്മാർ എല്ലാവരും പ്രാർത്ഥിച്ചു. ദൈവം ഒരുക്കിയ ഈ നല്ല ദിവസത്തിനായി നമുക്ക് നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശുശ്രൂഷകൾ ആദരിക്കപ്പെടാൻ അനുഗ്രഹിക്കപ്പെടാൻ വിശേഷാൽ പ്രാർത്ഥിക്കാം. ആമേൻ ഓഡിറ്റോറിയത്തിലേക്കുള്ള വലിയകുളത്തുള്ള ഓഡിറ്റോറിയത്തിലേക്കുള്ള ആമേൻ യാത്രയുടെ അനുഗ്രഹത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് മുതൽ കുഞ്ഞുങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുക. ആ പ്രിയ പെൺകുട്ടി ഷാനിമോളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. അവരുടെ മാതാപിതാക്കളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ഹല്ലേലൂയ ഇന്നത്തെ ദിവസം ആമേൻ അല്ലെങ്കിൽ ഏറെ സന്തോഷത്തോടെ വെല്ലുമിച്ച് ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ച് ആമേൻ പ്രാർത്ഥനയിലായിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. ഈ അമ്മച്ചിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും ദൈവം ബലം നൽകി ആമേൻ സന്തോഷത്തോടെ നടത്തുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഫസ്റ്റ് ജോൺ ചെയ്യുന്ന പകൽ നമ്മോട് കൂടെയുണ്ട്. ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ബന്ധുമിത്രാദികളായി ആമേൻ പ്രാർത്ഥനയ്ക്കായി കൂടി വന്ന എല്ലാവർക്കായും ദൈവത്തെ സ്തുതിക്കുന്നു.
നമുക്ക് ഒരുമിച്ച് അല്പസമയം പൈതലിനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാനുള്ള സമയമാണ്. ആമേൻ. ഒരു പാട്ടിൻ്റെ 4 വരി പാടി ആമേൻ 20-ാം സങ്കീർത്തനം വായിച്ച് നമുക്ക് ഈ സമയം പ്രാർത്ഥിച്ച് യാത്രയാകാവുന്നതാണ്. എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോഴെന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ. എന്നെ അൻപോടു ദിനം നടത്തുന്ന വന്ദനമേ. എന്റെ പൊന്നേ ദേനന്ദമേ അന്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാൻ അന്തേയുള്ള മകൾ ശക്തി നീയേ. നാഥ അന്തേയുള്ള മകൾ ശക്തി നീയേ. എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോഴെന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ. 20-ാം സങ്കീർത്തനം ജോൺ സി അബ്രഹാം വായിക്കും. യഹോവ കഷ്ടകാലത്തിന് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധമനിൽ നിനക്ക് നോക്കി സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളൊക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചു ഉല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തന്റെ അഭിഷേകത്തിനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗ്ഗത്തിൽ നിന്ന് തന്റെ വലങ്കൈയുടെ രക്ഷകരമായ വീര്യപ്രവൃത്തികളാൽ അവൻ ഉത്തരമരുളും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമല്ലണമേ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. ആമേൻ. അല്ലെങ്കിൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യങ്ങളൊക്കെ നിവർത്തിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാം, സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൈതലിനെ അനുഗ്രഹിച്ച് എല്ലാ ദൈവജനവും ഈ മാതാപിതാക്കളോടൊപ്പം നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. മഹാദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കരുണയുള്ള ദൈവമേ, ഈ ദിവസം അങ്ങുണ്ടാക്കിയ ദിവസമാകുകയാണ്. ഞങ്ങൾ സന്തോഷിച്ച് ഉല്ലസിച്ച് ദൈവത്തിന്റെ മഹത്വം ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമാകുകയെ. ഹല്ലേലൂയ. ഈ പ്രിയ തങ്കച്ചാലി സിസിലെ മാമേ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഈ കുടുംബത്തിൽ ആമേൻ ഹല്ലേലൂയ ആദിജാതനായ ബിജോയ് മാത്യുവിനെ കർത്താവേ അമ്മയുടെ വയറ്റിൽ ഉരുവായ നിമിഷം മുതൽ ഹല്ലേലൂയ ദൈവം അവനെ കണ്ടു, ദൈവം അവനെ അറിഞ്ഞു. അങ്ങയുടെ വലങ്കൈ അവന്റെ മേൽ വെച്ച് ആമേൻ അവനെ വളർത്തി വലിയവനാക്കി. വിദ്യാഭ്യാസം ചെയ്ത അനന്തരം ഹല്ലേലൂയ ബൈബിൾ കോളേജിൽ പഠിച്ച് കർത്താവിന്റെ മഹത്വമുള്ള വിളി അനുസരിച്ച് കർത്താവേ നിന്റെ മഹത്വമുള്ള തേജസ്സേറിയ ശുശ്രൂഷ ചെയ്യുവാൻ പ്രിയ പൈതലിനെ കർത്താവ് ഉപയോഗിക്കുന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തി. ഏറെ നാളുകളായി ഹല്ലേലൂയ അവൻ കുടുംബസ്ഥനായി കാണാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാതാപിതാക്കളും അത് വാഞ്ചിച്ചു. ആമേ പൈതലിന് വേണ്ടി തക്കതായ ഒരു തുണയെ ദൈവം കരുതിയതിനാൽ ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തി. ഒരു മാസം മുമ്പ് വിവാഹ നിശ്ചയം നടത്തുവാൻ ദൈവം സഹായിച്ചു. ഈ ഡിസംബർ 13-ാം തീയതി ഇന്ന് രാവിലെ ആമേൻ ഹല്ലേലൂയ വലിയകുളത്തുള്ള സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രിയ പൈതലിന്റെ വിവാഹം മംഗളകരമാക്കി നടത്തി തരേണ്ടതിന് കർത്താവിന്റെ കരങ്ങളിലേക്ക് കർത്താവേ ഹല്ലേലൂയ പ്രിയ പൈതലിനെ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ഫലമേൽപ്പിച്ചു പ്രാർത്ഥിക്കും. ഈ വിവാഹത്തിനായി പൈതലിനെ ഒരുക്കിയ ദൈവത്തിന് ഞങ്ങൾ മഹത്വം കരയറ്റുന്നു. എവിടെയാ ദൈവകൃപയിൽ വളർത്തുവാൻ മാതാപിതാക്കൾ കൊടുത്ത കൃപകൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അവിടുന്ന് ഓരോ ദിവസവും ജയത്തോടെ നടത്തിയതിനായി നന്ദിയോട് സ്തോത്രം. ഇതിന് സാക്ഷ്യം വഹിപ്പാൻ പ്രിയ മാതാവിനെ കർത്താവ് സഹായിച്ചതോർത്ത് വിലപിച്ച് അനുഗ്രഹിച്ചതോർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യും.
ചെയ്യുന്നു. ബന്ധുമിത്രാദികളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഭാജനത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ മകൾക്കാലെ കർത്താവേ, അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്രകളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ശുശ്രൂഷകളെ ആദരിക്കണമേ. ശേഷമുള്ള ഫംഗ്ഷനെ ആദരിക്കണമേ. ഹല്ലേലൂയ. തക്ക സമയത്ത് ഗൃഹപ്രവേശനം നടത്തി അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗ്ഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് നൽകിയ നല്ല കാലാവസ്ഥയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്വർഗത്തിലെ ദൈവത്തിന്റെ തികഞ്ഞ സാന്നിധ്യം ശുശ്രൂഷയിൽ ഉണ്ടാകണമേ. ശുശ്രൂഷ നടത്തേണ്ടതിന്റെ ദാസൻ തത്സമയത്ത് കടന്നു വരുവാൻ ദൈവം ഇടയാക്കണമേ. ക്ഷണിക്കപ്പെട്ടവരെല്ലാവരും കടന്നു വരുവാൻ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സഹോദരി ഷാനിമോൾക്കായി സ്തോത്രം, അവരുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. വാഹനത്തിൽ അവർ വരുമ്പോൾ അവരുടെ യാത്രകളെ ദൈവം സൂക്ഷിക്കണമേ. തത്സമയത്ത് ഹല്ലേലൂയ എത്തിച്ചേരുവാൻ ദൈവം കൃപ ചെയ്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഹല്ലേലൂയ ഓഡിറ്റോറിയത്തിലേക്ക് പോകട്ടെ. കൃപാകടാക്ഷത്തിനായി സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ പൈതൽ ഒരു അനുഗ്രഹമായി മാറട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് മുതൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ പൈതൽ എല്ലാവിധമായ നന്മകളാലും അനുഗ്രഹിക്കപ്പെടുവാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ പൈതലിനെ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നാം എല്ലാവരോടും ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ പൈതലിനോടും യേശു കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.